ഒരാളുടെ മസിൽ പൊട്ടി, ഒരാളുടെ തല പൊട്ടി, ഒരാളുടെ വാരിയലിന് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വാഗമൺ കോട്ടമലയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന സഫാരി ജീപ്പ് നിയന്ത്രണം വിട്ട് 60 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ 4 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും വാഗമൺ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കുവിലേറ്റത്ത് നിന്ന് കോട്ടമലയ്ക്ക് പോകുന്ന റോഡിലാണ് അപകടമുണ്ടായത്. വണ്ടി ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് പെട്ടെന്ന് വിയർപ്പും ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട വാഹനത്തിന്റെ സ്റ്റിയറിംഗിലേക്ക് കമിഴ്ന്ന് വീഴുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് റോഡരികിലെ ആഴമേറിയ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറും കോട്ടമല സ്വദേശിയുമായ രാജേഷിനെ കാലിലെ മുറിവുകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ ഗോപിനാഥ്, നിഷാന്ത്, സെന്തിൽ എന്നിവരെ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇവരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമണ്ണിലെ റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്ന ഈ സംഘം കോട്ടമല ഭാഗത്തേക്ക് ട്രെക്കിങ്ങിനായി പോകുകയായിരുന്നു. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണിത്. ഞങ്ങളുടെ സ്റ്റാൻഡിലിരുന്ന് ഒരു പുള്ളി ഓട്ടം കഴിഞ്ഞു, കോട്ടമലയ്ക്ക് ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫോൺ വിളിച്ചിങ്ങനെ വണ്ടി മറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആൾക്കാർ 2 ഓട്ടമായിട്ട് വന്ന് ഗസ്റ്റായിരുന്നു, ഈ കോയമ്പത്തൂരുകാരും കണ്ടാണ്, തമിഴ്ക്കാരാണ്. അവർ വന്ന് ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി 2 ഓട്ടോയിലായിട്ട് 4 പേരെ കൊണ്ടുപോയി. പിന്നെ ഡ്രൈവറെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഡ്രൈവറെ പിന്നെ ഇവർ വണ്ടിയുടെ പടുത കീറിയെടുത്ത് മേളിൽ കയറ്റി, കയറ് കയറ്റി മേളിൽ കയറ്റി ഒരു ജീപ്പിന് കൊണ്ട് ആക്കുമായിരുന്നത്. കുത്തനെയുള്ള വളവുകളും തിരിവുകളും നിറഞ്ഞ ഇവിടുത്തെ റോഡുകൾ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. റോഡിന്റെ ഒരു വശത്ത് സംരക്ഷണഭിത്തിയില്ലാത്ത ആഴമേറിയ കൊക്ക ആയതിനാൽ യാത്രക്കാർ വലിയ അപകട ഭീഷണിയിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.